Okay, listen. Next problem. Two lines passing through the point 2, 3 intersects each other at an angle of 60 degree. If slope of one line is 2, find equation of other line. ക്വസ്റ്റ്യനകത്ത് വളരെ സിമ്പിളായിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ട്. ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ കുറച്ചേ ഉള്ളൂ, അത് കൂടുതലൊന്നുമില്ല. പക്ഷേ എന്തായിരിക്കും കൂടുതലുണ്ടാവുക? കാൽക്കുലേഷൻ. അതായത് സ്റ്റെപ്പുകൾ കുറച്ചൊരു, അതായത് നമുക്കൊരു രൂപത്തിൽ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലോട്ട് എത്തിക്കണമല്ലോ, അതായിരിക്കും കുറച്ച് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. 2 lines passing through the point 2, 3. അതായത് 2 ലൈൻസും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 2 ലൈൻസും ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റാണ് 2, 3. ഓക്കെ അല്ലേ? ഇന്റർസെക്റ്റ് ഈച്ച് അതർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. ക്ലിയർ അല്ലേ? അതായത് ഈ 2 ലൈൻസും തമ്മിലുള്ള ആംഗിൾ ആണ് 60 ഡിഗ്രി. ഇഫ് സ്ലോപ്പ് ഓഫ് വൺ ലൈൻ ഈസ് 2, അതിൽ ഒരു ലൈനിന്റെ സ്ലോപ്പ് 2 ആണ്. ഓക്കെ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് അതർ ലൈൻ. മറ്റേ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്തു. ഇത് ഞാൻ L1 എടുക്കുകയാണ്, ഇതിന്റെ സ്ലോപ്പ് M1 ആണ്. ഇത് L2 എന്നെടുക്കുകയാണ്, ഇതിന്റെ സ്ലോപ്പ് M2 എന്നെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇഫ് സ്ലോപ്പ് ഓഫ് വൺ ലൈൻ ഈസ് 2, ഒരു ലൈനിന്റെ സ്ലോപ്പ് 2 ആണ്. അതായത് M1 is equal to ഞാൻ 2 എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ M2 എന്തെടുക്കാം? സിമ്പിളായിട്ട് M എന്ന് ഇനി M1 M2ൻ്റെ ആവശ്യമില്ല, M എടുക്കുക. അത് നമുക്ക് കണ്ടുപിടിക്കണം. എനിക്ക് അറിയില്ല. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് അതർ ലൈൻ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു ലൈനിൻ്റെ സ്ലോപ്പ് 2 ആണ്, മറ്റേ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ M1 അല്ലേ 2 ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? L2ൻ്റെ ഇക്വേഷൻ ഓഫ് L2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനുള്ള സ്റ്റെപ്പ് ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. സ്റ്റെപ്പ് ഒന്ന് ആദ്യം ആലോചിച്ച് നോക്കേ. അപ്പോൾ M1 നമുക്കറിയാം, 2. M2 നമുക്കറിയില്ല. ഈ L2ൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ L2ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും 2 പാരാമീറ്റർ അറിഞ്ഞാൽ മതി. ഒന്നില്ലെങ്കിൽ പോയിന്റ് സ്ലോപ്പ് അറിയണം, അല്ലെങ്കിൽ 2 പോയിന്റ് അറിയണം, അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് സ്ലോപ്പ് അറിയണം, അല്ലെങ്കിൽ 2 ഇന്റർസെപ്റ്റ് അറിയണം എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈനിൻ്റെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യം, അതായത് L2 എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആ L2ൻ്റെ മേലെയുള്ള ഒരു പോയിന്റ് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാലോ. അതാണ് ശ്രദ്ധിക്കട്ടോ, ഈ L2ൻ്റെ മേലെയുള്ള ഒരു പോയിന്റ് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഇനി ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ വേറൊരു പോയിന്റ് കിട്ടണം, അല്ലെങ്കിൽ സ്ലോപ്പ് കിട്ടണം. ആ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് ഇതിൻ്റെ സ്ലോപ്പും ഈ ആംഗിൾ 60 ഡിഗ്രിയും തന്നിട്ടുള്ളത്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. ഒരു ശ്രദ്ധിക്കട്ടോ, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. tan θ = mod M2 - M1 / 1 + M1 M2. ശരിയല്ലേ? ആ തീറ്റ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഒന്നിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, എന്നിട്ട് ആ സ്ലോപ്പും ഈ പോയിന്റ് യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ അല്ലേ? പറയാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം മനസ്സിലാവണം എങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇനി ആലോചിക്കട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണത് ശ്രദ്ധിച്ചോട്ടോ. ഇക്വേഷൻ ഓഫ് L2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ആംഗിളിനുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ആംഗിളിനുള്ള ഇക്വേഷൻ ഇതാണ്. tan θ = മോഡുലസ് M2 - M1 / 1 + M1 M2. ഇതല്ല ഇക്വേഷൻ. ദാറ്റ് ഈസ് tan θ, ദാറ്റ് ഈസ് tan 60 ഡിഗ്രി = മോഡുലസ് M2നെ നമ്മൾ സിമ്പിളായിട്ട് M എന്ന് എഴുതാറുണ്ട്, മൈനസ് M1 = 2 / 1 + 2 × M എന്ന് വരും. tan 60 എന്താണ്? √3 ആണ്. അപ്പോൾ √3 = M - 2 / 1 + 2M എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന് എമ്മിൻ്റെ വാല്യൂ ഇടണം. പക്ഷേ ഇവിടെ മോഡുലസ് ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നമില്ലേ? എന്താ പ്രശ്നം? 2 കേസ് വരും. അപ്പോൾ ഒന്നാമത്തെ കേസ് ശ്രദ്ധിക്കട്ടോ. കേസ് 1 എന്താണ്? M - 2 / 1 + 2M = +√3 എന്ന് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ഇനി കേസ് 2 എന്തായിരിക്കും? -√3 എന്ന് എടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കും? M - 2 = √3 × 1 + 2M
ദാറ്റ് ഈസ് എം മൈനസ് 2 ഇസ് ഈക്വൽ ടു √3 പ്ലസ് 2√3 ഇൻറ്റു എം എന്ന് വരും. ഇനി എമ്മിൻ്റെ എല്ലാം ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇനി എന്ത് ചെയ്യുക, എമ്മിൻ്റെ ടേംസ് എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. ഇവിടെ എം ഉണ്ടല്ലോ, ഉണ്ട്. ഈ പ്ലസ് 2√3 എം ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 2√3 എം എന്ന് വരും. ക്ലിയർ അല്ലേ? ഈക്വൽ ടു ഇവിടെ ഓൾറെഡി √3 ഉണ്ടല്ലോ, ഉണ്ട്. ഈ -2 അങ്ങോട്ട് വരുമ്പോൾ എന്താവും, +2 എന്നാവും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇതിൽ നിന്ന് എം ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കണം കേട്ടോ. എം കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 1 ഉണ്ടാവും, മൈനസ് ഇവിടെ ബാക്കി 2√3 എന്നുണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു √3 + 2. ക്ലിയർ? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്തായി? എം ഇസ് ഈക്വൽ ടു √3 + 2 ഡിവൈഡഡ് ബൈ 1 - 2√3 എന്ന് വരും. ഇതാണ് സ്ലോപ്പിൻ്റെ വാല്യൂ. അതായത് സ്ട്രെയിറ്റ് ലൈൻ L2ൻ്റെ സ്ലോപ്പാണ് ഈ എം എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതിൻ്റെ ബാക്കി ചെയ്യാൻ പോകാം കേട്ടോ. ശ്രദ്ധിക്കുക, ബാക്കി ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഇക്വേഷൻ ഓഫ് L2 ഇത് എല്ലാവരും എഴുതിയെടുത്തല്ലോ. ക്ലിയർ അല്ലേ? ഇത് എഴുതിയെടുത്തിട്ട് ബാക്കി ചെയ്യട്ടോ. നമ്മളെല്ലാം മൊത്തം കണ്ടിട്ടല്ല, ഇത് എഴുതിയെടുത്തിട്ട് എന്നിട്ട് ബാക്കി കാണുക, എന്നിട്ട് അത് ബാക്കി ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ മായ്ക്കാണ്. ക്ലിയർ? ഞാൻ ഇതും മായ്ക്കാം കേട്ടോ. എന്നാൽ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുമല്ലോ. ശ്രദ്ധിക്കട്ടോ. അപ്പം നമുക്ക് ഇക്വേഷൻ ഓഫ് L2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഓഫ് L2. ഈ L2ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ L2ൻ്റെ സ്ലോപ്പ് നമുക്കറിയാലോ. എം ഇസ് ഈക്വൽ ടു എന്താണ്? √3 + 2 ഡിവൈഡഡ് ബൈ 1 - 2√3. പിന്നെ അതിൻ്റെ ഒരു പോയിന്റ് നമുക്കറിയില്ലേ, 2,3 ആണ് ആ പോയിന്റ്. ഓക്കെ. അപ്പോൾ ഈ പോയിന്റും ഈ സ്ലോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ കേസ് 1ൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് അതാണ്, പോയിന്റ് അതാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? y - y0 ഈക്വൽ ടു m × x - x0. ദാറ്റ് ഈസ് y - y0ൻ്റെ വാല്യൂ 3 ഈസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ √3 + 2 ഡിവൈഡഡ് ബൈ 1 - 2√3 ഇൻറ്റു x - x0 ഈസ് 2. ക്ലിയർ അല്ലേ? ഈ 1 - 2√3 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1 - 2√3 ഇൻറ്റു y - 3 ഈക്വൽ ടു √3 + 2 ഇൻറ്റു x - 2. ക്ലിയർ അല്ലേ? ഇത് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ആദ്യം 1 - 2√3 ഇൻറ്റു y, ദാറ്റ് ഈസ് 1 - 2√3 ഇൻറ്റു y. ഇനി അടുത്തത് 1 - 2√3 ഇൻറ്റു -3, ദാറ്റ് ഈസ് -3 ഇൻറ്റു 1 - 2√3. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, ഇവിടെ അതേപോലെ √3 + 2 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് √3 + 2 ഇൻറ്റു എക്സ്. ഇനി √3 + 2 ഇൻറ്റു -2, ദാറ്റ് ഈസ് -2 ഇൻറ്റു √3 + 2 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇത് ശ്രദ്ധിക്കട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ എക്സിൻ്റെ ടേം പോസിറ്റീവായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വൈൻ്റെ ടേമിന് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ √3 + 2 ഇൻറ്റു എക്സ്, ഈ 1 - 2√3 ഇൻറ്റു വൈനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? -1 - 2√3 ഇൻറ്റു വൈ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇവിടെ ഓൾറെഡി ശ്രദ്ധിക്കട്ടോ, ഇവിടെ ഓൾറെഡി -3 ഇൻറ്റു 1 - 2√3 എന്നുണ്ട്. ആ -2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ആ -2 ഇങ്ങോട്ട് വരുമ്പോൾ -2 ഇൻറ്റു √3 + 2 ഇങ്ങോട്ട് വരുമ്പോൾ +2 ഇൻറ്റു √3 + 2 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇപ്പുറത്തുള്ളത് ആദ്യം എഴുതാം കേട്ടോ. ശ്രദ്ധിക്കുക, √3 + 2 ഇൻറ്റു എക്സ് -1 - 2√3 ഇൻറ്റു വൈ. ഇനി ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. -3 ഇൻറ്റു 1 -3. ഓക്കെ. -3 ഇൻറ്റു +2√3, അപ്പോൾ എന്ത് വരും? പ്ലസ് അല്ലേ? 2 ഇൻറ്റു 3 6√3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ 2 ഇൻറ്റു √3 + 2√3. ഇനി 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4, അപ്പോൾ +4 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി എഴുതുന്നത് ശ്രദ്ധിച്ചോട്ടോ. √3 + 2 ഇൻറ്റു എക്സ്. ഈ മൈനസ് ഞാൻ ഇതൊരു പ്ലസ് ആക്കിയിട്ട് എഴുതി കൂടെ നമുക്ക്. അപ്പോൾ ഈ മൈനസ് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്താവും? -1 + 2√3 എന്നാവും. അതിനെ ഞാൻ 2√3 - 1 എന്ന് എഴുതി കൂടെ. അതായത്
ഇത് മൈനസ് ഇതിനകത്തോട്ട് വരുമ്പോഴേ -1 + 2√3 ദാറ്റ് ഈസ് 2√3 - 1 × y ഈസ് ഈക്വൽ ടു 6√3 + 2√3 ദാറ്റ് ഈസ് 8√3. ക്ലിയർ അല്ലേ? 4 - 3 ദാറ്റ് ഈസ് 1. അപ്പോൾ 8√3 + 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് √3 + 2 × x plus 2√3 - 1 × y is equal to 8√3 + 1. This is the equation of this straight line. ഇത് ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളത് എന്താണ്? അപ്പോൾ ഈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് നോക്കുക. നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ഇത് സ്ലോപ്പാണ്, ഇത് പോയിന്റ് ആണ്. അപ്പോൾ y - y0 = m × x - x0. അപ്പോൾ x0 y0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സ്ലോപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ടേമിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഈ സ്റ്റെപ്പ്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഈ ബ്രാക്കറ്റിലുള്ള ടേം ഇൻറ്റു y, ഇനി ഈ ബ്രാക്കറ്റിലുള്ള ടേം ഇൻറ്റു -3, അതാണ് ഇത്. ഓക്കെ, √3 + 2 × x, അതാണ് ഇത്. √3 + 2 × -2, അതാണ് ഇത്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ √3 + 2 × x പോസിറ്റീവായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടേമിനെ മൊത്തത്തിൽ അങ്ങോട്ടാണ് കൊണ്ടുപോയി. അപ്പോൾ എന്താവും? ഇവിടെ പ്ലസ് ദിസ് ഇൻറ്റു ദിസ് എന്നല്ലേ, അപ്പോൾ അത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അതാണ് മൈനസ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ ഓൾറെഡി -3 × 1 - 2√3 ഇവിടെ ഓൾറെഡി ഉണ്ട്. ആ -2 × √3 + 2 ഇങ്ങോട്ട് വരുമ്പോൾ +2 × √3 + 2 എന്നാവും. ഇനി ഞാൻ ഇത് ആദ്യം എഴുതി. ഇനി ഇത് ബ്രാക്കറ്റ് -3 × 1 -3 -3 × -2√3 എന്ന് പറയുമ്പോൾ മൈനസ് പ്ലസ് ആവും. 3 × 2 6, അപ്പോൾ 6√3. ഇനി 2 × √3 2√3, 2 × 2 4. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യും? -3 6√3 + 2√3 8√3 -3 + 4 എന്ന് പറഞ്ഞാൽ +1. ഇനി ഈ മൈനസ് ഞാൻ ഈ ബ്രാക്കറ്റിന് ഉള്ളിൽ കിട്ടുന്നു കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞു വരും. ദാറ്റ് ഈസ് 2√3 - 1 എന്നാവും. അപ്പോൾ ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ് കേസ് 1. ഇതാണ് ഇക്വേഷൻ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. ആ സ്ലോപ്പിൽ കേസ് 1 സ്ലോപ്പ് കണ്ടുപിടിച്ചു, അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചതാണിത്. മനസ്സിലായോ? അപ്പോൾ ഇനി എന്തും കൂടെ ഉണ്ട്? കേസ് 2 കൂടെ ഉണ്ട്. ബേജാറാവില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിക്കട്ടോ. ഇത് സിമ്പിളാണ്. നമുക്കിത് അപ്ലൈ ചെയ്യാനൊന്നുമില്ല. നമുക്കിതിങ്ങനെ ഒരു കാൽക്കുലേഷൻ്റെ ഒരു സ്കില്ല് ഉണ്ടായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ഏത് പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കേസ് 2 ശ്രദ്ധിക്കുക. കേസ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? m - 2 / 1 + 2m = -√3 എന്ന് വരും. -√3 എന്ന് വരും. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ m - 2 = ആദ്യം ഇതിന് m കണ്ടുപിടിക്കണം അല്ലേ? -√3 × 1 + 2m എന്ന് വരും. m - 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ -√3 - 2√3 × m എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി m ഉണ്ട്. ആ -2√3 m ഇങ്ങോട്ട് വരുമ്പോൾ +2√3m = ഈ -2 ഇങ്ങോട്ട് വരുമ്പോൾ +2 -√3 ഇവിടെ ഓൾറെഡി ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി m കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 + 2√3 = ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ 2√3 ഉണ്ടാവും. ദാറ്റ് ഈസ് 2 - √3. അപ്പോൾ m = 2 - √3 / 1 + 2√3 എന്ന് വരും. 2 - √3 / 1 + 2√3 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്ന ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പിനുള്ള ഇക്വേഷനാണ് m = 2 - √3 / 1 + 2√3. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടാമത്തെ കേസ് സ്ലോപ്പ് ഇതാണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് L2 കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഇനി അടുത്തത് ഇക്വേഷൻ ഓഫ് L2 കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ സ്ലോപ്പ് m എന്താണ്? 2 - √3 / 1 + 2√3. അതേപോലെ
പോയിന്റ് എന്താണ്? പോയിന്റിൽ മാറ്റമൊന്നുമില്ല, 2,3 ആണ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റും ഈ സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ നേരത്തെ ചെയ്തതുപോലെ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട്. ക്ലിയർ? That is y minus y0 ൻ്റെ വാല്യൂ 3 ഈസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ 2 മൈനസ് √3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 √3 ഇൻറ്റു എക്സ് മൈനസ് x0 ഈസ് 2. ഈ 1 പ്ലസ് 2 √3 ഇങ്ങോട്ട് വരുമ്പോൾ y മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 2 √3 ഓക്കെ ഈസ് ഈക്വൽ ടു 2 മൈനസ് √3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് വരും. ക്ലിയർ അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക കേട്ടോ. y മൈനസ് 3 ഇൻറ്റു ദിസ് എന്ന് പറയുമ്പോൾ ഞാനിത് ഇത് മായ്ച്ച് കളയാലോ. നമുക്ക് ഇത് മായ്ച്ച് കളയാലോ അല്ലേ? ഇത് ഞാൻ മായ്ച്ച് കളയാം കേട്ടോ. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് മായ്ച്ച് കളയാം കേട്ടോ. ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഒരു ഇക്വേഷനും കൂടെ അവസാനം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആൻസർ കഴിഞ്ഞു. അപ്പോൾ ഇത് ഇത്രയും സ്പേസ് നിങ്ങൾക്ക് ബോർഡിൽ ഇങ്ങനെ കുറേ കാണുമ്പോഴേ ഒരു വിസിബിലിറ്റി നിങ്ങൾക്കൊരു സുഖം കിട്ടൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്കിതാ ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു രസം ഉണ്ടാവും അല്ലേ? ബോർഡ് ഫുള്ള് ക്ലീനായി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനൊരു സുഖം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എറേസ് ചെയ്തത്. അപ്പോൾ ഇനി ഞാനിത് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. y മൈനസ് 3 ഇൻറ്റു ദിസ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം y ഇൻറ്റു ദിസ്. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് 2 √3 ഇൻറ്റു y ഫസ്റ്റ് ടേം. ഇനി അടുത്ത് മൈനസ് 3 ഇൻറ്റു ദിസ്. ദാറ്റ് ഈസ് മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 2 √3. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 മൈനസ് √3 ഇല്ലേ? ദാറ്റ് ഈസ് 2. അപ്പോൾ ഓരോന്ന് മൾട്ടിപ്ലൈ ആട്ടെ. 2 മൈനസ് √3 ഇൻറ്റു എക്സ്. ദാറ്റ് ഈസ് 2 മൈനസ് √3 ഇൻറ്റു എക്സ്. ഇനി മൈനസ് 2 ഇൻറ്റു ദിസ്. ദാറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു 2 മൈനസ് √3 ഇൻറ്റു 2 മൈനസ് √3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇവിടെ y ഇവിടെ ഉണ്ടോ? ഇത് എക്സിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? 2 മൈനസ് √3 ഇൻറ്റു എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഓഫ് 2 മൈനസ് √3 ഇൻറ്റു എക്സ് എന്ന് വരും. പ്ലസ് ഇവിടെ ഓൾറെഡി 1 പ്ലസ് 2 √3 ഞാൻ 2 √3 പ്ലസ് 1 ഇൻറ്റു y എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടു നിൽക്കല്ലേ? അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോകല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി കോൺസ്റ്റൻറ്റ് എന്തുണ്ട്? മൈനസ് 2 ഇൻറ്റു 2 മൈനസ് √3 ഓൾറെഡി കോൺസ്റ്റൻറ്റ് അവിടെ ഉണ്ട്. ഈ ടേം അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 2 √3 എന്ന് വരും. മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 2 √3 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 2 √3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഈ മൈനസ് ഞാൻ ഈ ബ്രാക്കറ്റിന് ഉള്ളിൽ എടുത്തെന്ന് കഴിഞ്ഞാൽ 2 മൈനസ് √3 എന്താവും? √3 മൈനസ് 2 ആവും ഇൻറ്റു എക്സ് പ്ലസ് 2 √3 പ്ലസ് 1 ഇൻറ്റു y ഈസ് ഈക്വൽ ടു. ഇനി ഇവിടെ മൈനസ് 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 4. ശരിയല്ലേ? മൈനസ് 2 ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 2 √3 അല്ലേ? മൈനസ് 2 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ പ്ലസ് 2 √3. ഇനി 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 3. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 6 √3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? √3 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 √3 പ്ലസ് 1 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 2 √3 പ്ലസ് 6 √3 എന്താ വരിക? 8 √3. ഇനി മൈനസ് 4 പ്ലസ് 3 എന്താ വരിക? മൈനസ് 1. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ √3 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 √3 പ്ലസ് 1 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 8 √3 മൈനസ് 1 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ 2 കേസ് നമ്മൾ എഴുതി. 2 കേസിൽ എങ്ങനെയാണ് വന്നത്? സിമ്പിളായിട്ട്. ഇപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? 2ൻ്റെ ഇൻ്റർസെക്ഷനിലുള്ള 2 സ്ട്രെയിറ്റ് ലൈൻ തമ്മിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്, ഒരെണ്ണത്തിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരെണ്ണത്തിൻ്റെ സ്ലോപ്പ് നമുക്ക് അതിൽ നിന്ന് കിട്ടുമല്ലോ അല്ലേ? പിന്നെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ലോപ്പും പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ കിട്ടി. ഇത്രയേ ഉള്ളൂ നമുക്ക് ആലോചിക്കാൻ.
പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരുപാടുണ്ടല്ലോ. അത് കാരണം എന്താണ്, ആ ടാൻ കണ്ടുപിടിക്കുമ്പോൾ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഒരു മോഡുലസ് ഉണ്ട്. അപ്പോൾ അതിന് 2 കേസ് വരും. പക്ഷേ മാത്രമല്ല സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ √3 ഒക്കെ പാടെ കൂടിയിട്ടുള്ള ഒരു ടേമാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മൾട്ടിപ്ലൈ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും വളരെ 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 സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഇതിൻ്റെ സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ബേജാറൂട്ടി ചെയ്യാൻ നിൽക്കരുത്, പതുക്കെ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞിട്ട് ടെൻഷൻ ആവാൻ നിൽക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല, സിമ്പിളാണ് കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ദി പോയിന്റ് -1,3 ടു ദ ലൈൻ 3x - 4y - 16 = 0. ശ്രദ്ധിക്കട്ടോ. Find the coordinates of the foot of perpendicular from the points -1,3 to the line 3x - 4y - 16 = 0. അതായത് ആ പോയിന്റിൽ നിന്ന് ഈ ലൈനിലോട്ടുള്ള ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലറിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്. നല്ലോണം ശ്രദ്ധിക്കുക. ആ പോയിന്റിൽ നിന്ന് ഈ ലൈനിലോട്ടുള്ള, ശ്രദ്ധിക്കട്ടോ, ആ പോയിന്റിൽ നിന്ന് ഈ ലൈനിലോട്ടുള്ള ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലറിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്. അതായത് ശ്രദ്ധിക്കുക, 3x - 4y - 16 = 0 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് ഏതാണ്? -1,3. ഈ പോയിന്റ് നിന്ന് ഇതിലോട്ടുള്ള ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദം അല്ലേ, ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, അതായത് ഈ ഉണ്ടോ ഈ ഒരു പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഫൂട്ടല്ലേ ഇത്. അപ്പോൾ ഈ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനിൻ്റെ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? മനസ്സിലായോ? ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണെന്ന് നമ്മൾ ആലോചിക്കാം. ഓക്കെ, ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇത് ഞാൻ L1 എന്ന് എടുക്കുകയാണ്, ഇത് സ്ട്രെയിറ്റ് ലൈൻ L2 എന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താ? ഇത് L1-നും L2-ലും ഉള്ള പോയിന്റ് അല്ലേ? L1-ലും L2-ലും ഉള്ള പോയിന്റാണ് ഈ പോയിന്റ്. അതിൻ്റെ അർത്ഥം ഈ പോയിന്റ് L1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുണ്ട്, L2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പോയിന്റ് L1-ൻ്റെ മേലെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ പോയിന്റ് L2 ആണെങ്കിൽ L2-ൻ്റെ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 2 സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റാണ് ഈ പോയിന്റ്. നല്ലോണം ശ്രദ്ധിക്കുക. ആ 2 സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റാണ് ഈ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ മതി. ഈ 2 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുമ്പോൾ ആ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇക്വേഷൻ നമുക്ക് കിട്ടില്ലേ, ആ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും കിട്ടുന്ന വാല്യൂ ആണ് ഈ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പോയിന്റ് ഈ ലൈനിൻ്റെ മേലെയുള്ള പോയിന്റാണ്, ഈ ലൈനിൻ്റെ മേലെയുള്ള പോയിന്റാണ്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് മനസ്സിലായി ഈ പോയിന്റ് ഈ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും, ഈ ഇക്വേഷനും ഇതിൻ്റെ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ പോയിന്റ് ഈ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം, ഇതിൻ്റെ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം നമ്മൾ മനസ്സിലാക്കി 2 സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ്. അപ്പം എന്ത് ചെയ്താൽ മതി? ആ 2 സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ മതി. മെത്തേഡ് ക്ലിയർ ആയോ? എന്താ ചെയ്യണമെന്നുള്ളത്? അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ ഓഫ് L2 നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം ഇക്വേഷൻ ഓഫ് L2 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. ഇനി പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന കണ്ടീഷൻ നോക്കിയാൽ എന്ത് കിട്ടും? നമുക്ക് സ്ലോപ്പ് കിട്ടും. അപ്പോൾ ഈ L1-ൻ്റെ സ്ലോപ്പ് M1, L2-ൻ്റെ സ്ലോപ്പ് M2 എന്നെടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ M1 കണ്ടുപിടിക്കുക കേട്ടോ. ശ്രദ്ധിക്കുക, M1 കണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ, അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആലോചിക്കുക. അപ്പോൾ ഇതാണ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ കിട്ടണം. ശരിയല്ലേ? ഇതിൻ്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന കണ്ടീഷൻ ആലോചിക്കുമ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കിട്ടണം. ഇതിൻ്റെ സ്ലോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടിയാൽ മതി. 2 പെർപെൻഡിക്കുലർ ആണ്. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കിട്ടും. ക്ലിയർ? അപ്പോൾ ആദ്യം അത് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ 3x - 4y - 16 = 0 അല്ലേ? ഇനി
4y is equal to 3x minus 16 എന്ന് വരും. y is equal to 3/4 into x minus 16 divided by 4 എന്ന് വരും. 16 divided by 4 4 ആണ്, അത് നോക്കണ്ട. നമുക്കിവിടെ സ്ലോപ്പ് കിട്ടി, കണ്ടോ, ഇതാണ് സ്ലോപ്പ്. അപ്പോൾ m1 is equal to 3/4. ക്ലിയർ അല്ലേ? m1 is equal to 3/4. അപ്പോൾ ഈ 3/4 കിട്ടിയ സ്ഥിതിക്ക് നമുക്കറിയാം m1 m2 is equal to -1 ആണ്. ദാറ്റ് ഈസ് m1 ഈസ് 3/4 ഇൻറ്റു m2 is equal to -1 ആണ്. അപ്പോൾ m2 is equal to -4/3 എന്ന് നമുക്ക് കിട്ടും. കിട്ടിയോ? m2 is equal to -4/3 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ, m2 is equal to -4/3 എന്ന് നമുക്ക് കിട്ടും. ഡസ്റ്ററിൻ്റെ ഇതാണ് നമ്മുടെ ഡസ്റ്റർ. m2 is equal to -4/3 എന്ന് നമുക്ക് കിട്ടും. ഇനി ശ്രദ്ധിക്കട്ടോ, m2 -4/3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് കിട്ടണം? L2ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ? ശ്രദ്ധിക്കേ. അപ്പോൾ ഇക്വേഷൻ ഓഫ് L2 ഞാൻ കണ്ടുപിടിക്കാൻ കേട്ടോ. ഇക്വേഷൻ ഓഫ് L2 കണ്ടുപിടിക്കുമ്പോൾ പോയിന്റ് അറിയാം. പോയിന്റ് ഏതാണ്? -1,3 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. സ്ലോപ്പ് -4/3 ആണ് സ്ലോപ്പ് m2. അപ്പോൾ ഇക്വേഷൻ എന്താ? y minus y0 equal to m into x minus x0. That is y minus y0 is 3 is equal to m is -4/3 into x minus x0 is -1. അപ്പോൾ x plus 1. That is 3 into y minus 3 is equal to -4 into x plus 1. That is 3y minus 9 equal to -4x minus 4 എന്ന് വരും. ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ മൈനസ് അല്ല, അപ്പോൾ എല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ. അപ്പോൾ 4x ഇവിടെ ഓൾറെഡി 3y ഉണ്ട്, -9 ഇവിടെ ഓൾറെഡി ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ -4 ഇങ്ങോട്ട് വരുമ്പോൾ +4 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 4x + 3y -5 ഈക്വൽ ടു 0. ഇതാണ് L2ൻ്റെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഞാൻ ഈ പോയിന്റിന്, ഈ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലറിന് ഞാൻ പോയിന്റ് F എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ് കേട്ടോ. പോയിന്റ് F എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾ എഴുതുക. അപ്പോൾ ഇവിടെ ഇതുവരെ എല്ലാവരും നല്ല വൃത്തിയിൽ എഴുതി വെക്കുക. എല്ലാവരും നന്നായിട്ട് ഉഷാറായിട്ട് ഇവിടെ വരെ എഴുതി വെക്കുക കേട്ടോ. എഴുതി വെച്ചല്ലോ? എഴുതി വെച്ചതിന് ശേഷം ഇനി ഞാൻ പറയുന്നത് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എഴുതി വെക്കുക. F ഈസ് എ പോയിന്റ്. ദാറ്റ് ഈസ് ലെറ്റ് F, അതിന് മുമ്പേ എഴുതിക്കോ, ലെറ്റ് F be the foot of perpendicular. Okay, we want to find out the coordinates of point F. ഞാൻ പറയുന്നത് എഴുതട്ടോ. F satisfies equation of L1 അല്ല, അതിനു മുമ്പ് അത് എഴുതല്ലേ. F lies on both L1 and L2. F lies on both L1 and L2. Therefore F satisfies the equation of L1 and L2. Yes, therefore F satisfies the equation of L1 and L2. Then the coordinates of point F can be calculated by solving the equations of L1 and L2. The coordinates of point F can be calculated by solving the equations of L1 and L2. The coordinates of point F can be calculated by solving the equations of L1 and L2. എഴുതിയില്ലേ? അതായത് L1ൻ്റെയും L2ൻ്റെയും ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇക്വേഷൻ ഓഫ് L1 L2 ഞാൻ എഴുതാണേ. ശ്രദ്ധിക്കുക, ഇക്വേഷൻ ഓഫ് L1 L2 കൂടെ സോൾവ് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് L1ൻ്റെ ഇക്വേഷൻ എന്താണ്? 3x - 4y - 16 ഈക്വൽ ടു 0. ക്ലിയർ? ഇനി അടുത്തത് ഞാനിത് മായ്ച്ച് കളയാണേ, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കൊന്ന് വൃത്തിയായിട്ട് നിങ്ങൾ ബോർഡൊക്കെ ഒന്ന് കാണുക. ഓക്കെ, ഇനി അടുത്ത ഞാൻ എന്ത് എഴുതണം? ഇക്വേഷൻ ഓഫ് L2 എന്താണ്? 4x + 3y - 5 ഈക്വൽ ടു 0. ഓക്കെ, 4x + 3y ഈക്വൽ ടു 0. അപ്പോൾ ശ്രദ്ധിക്കട്ടോ. ഇനി അടുത്തത്, ഇനി നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
കണ്ടോ? ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യല്ലേ വേണ്ട. അപ്പോൾ ഞാൻ ഇതിന് എന്ത് ചെയ്താണ് 3x - 4y = 16 എന്ന് എഴുതാണ് ഇക്വേഷൻ നമ്പർ 1. ഇതിനെ 4x + 3y = 5 എന്ന് എഴുതാണ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താണെന്നറിയോ? എക്സിൻ്റെയോ വൈൻ്റെയോ, അതായത് രണ്ട് ഇക്വേഷൻ ഉണ്ട്, എക്സിൻ്റെയോ വൈൻ്റെയോ ഏതെങ്കിലും ഒന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഒന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഞാൻ സെയിം ആക്കുകയാണ്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒന്നിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കിയിട്ട് അത് രണ്ടും പ്ലസ് ആണെങ്കിൽ ആ ഇക്വേഷനാണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഎഫിഷ്യൻ്റ് പോവും അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കാൻ പോകട്ടോ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കട്ടോ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കുമ്പോൾ ഇവിടെ എക്സിൻ്റെ 3x ആണ്, ഇവിടെ എക്സിൻ്റെ 4x ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആക്കണേ എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈ 3ൻ്റെയും 4ൻ്റെയും LCM 12 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 12x വരണം, അവിടെയും 12x വരണം. അപ്പോഴാണ് നമുക്ക്, അപ്പോൾ ഇവിടെ 3x നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ആ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 12x ആവും, അവിടെയും 12x ആവും. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇക്വേഷൻ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് കേട്ടോ. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 4 × 3x 12x, 4 × -4x -16y ഈസ് ഈക്വൽ ടു 16 × 4 64 എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി അടുത്ത ശ്രദ്ധിക്കട്ടോ. ഇനി അടുത്ത ഇക്വേഷൻ 2നെ ഞാൻ എന്താ ചെയ്യണത്? ഇൻറ്റു 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? 4 × 3 12x പ്ലസ് 3 × 3 ദാറ്റ് ഈസ് 9y. ഓക്കെ അല്ലേ? ഈക്വൽ ടു 3 × 5 ദാറ്റ് ഈസ് 15. ഇക്വേഷൻ നമ്പർ 4. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടാ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ 3യും 4ഉം കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 12x മൈനസ് കണ്ട, ഇവിടെ 12xും 12xും സെയിം ആണ്, സെയിം സൈൻ ആണ്, പ്ലസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇനി നേരെ മറിച്ച് ഇവിടെ -12x ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇക്വേഷൻ 3 -4 ചെയ്യാണ് കേട്ടോ. അപ്പോൾ 12x - 12x 0 എന്ന് വരും. -16y -9y ഈക്വൽ ടു 64 - 15 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി -16 - 9y -25y ഈസ് ഈക്വൽ ടു 64 - 15. 64 5 പോയാൽ 59, 49 എന്ന് വരും. 49. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്ത് വരും? y ഈസ് ഈക്വൽ ടു -49 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. -49 ഡിവൈഡഡ് ബൈ 25. ഇതാണ് എക്സിൻ്റെ വാല്യൂ, സോറി വൈൻ്റെ വാല്യൂ എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ. ഇനി ഞാനിത് അറേസ് ചെയ്യാണ്, ഈ ഫിഗറിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി അപ്പോൾ നമുക്കിനി വൈൻ്റെ വാല്യൂ കിട്ടി. വൈൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇക്വേഷൻ നമുക്കുണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, ഓക്കെ അല്ലേ? അതിൽ ഏതിലെങ്കിലും ഇക്വേഷനിൽ വൈൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 3ലും 4നും വേണ്ടല്ലോ, കുറച്ച് വലുതല്ലേ? 1ലും 2ലും ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ ഒരു 5, ഇതല്ലേ കുറച്ചുകൂടി ചെറുതായി തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇക്വേഷൻ 2ൽ ഞാൻ വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4x + 3y = 5 എന്നാണ്. 4x + 3y = 5 എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കട്ടോ, 4x + 3 × വൈൻ്റെ വാല്യൂ എത്രയാ? -49 ഡിവൈഡഡ് ബൈ 25. ശരിയല്ലേ? ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ദാറ്റ് ഈസ് 4x പ്ലസ്, സോറി പ്ലസ് അല്ല, ഈ മൈനസ് വരും. 3 × മൈനസ് പറയുമ്പോൾ മൈനസ് വരും. -3 × 49 എത്രയാണ്? 3 × 50 150 അല്ലേ? 150 3 പോയാൽ മതി. ദാറ്റ് ഈസ് 147 ഡിവൈഡഡ് ബൈ 25 ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ദാറ്റ് ഈസ് 4x ഈസ് ഈക്വൽ ടു 5. ഈ ടേം അങ്ങോട്ട് പോകുമ്പോൾ +147 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. ദാറ്റ് ഈസ് 4x ഈസ് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 25 എന്ന് പറഞ്ഞാൽ 125 +147 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 5 7 12, 2 4 6 7,
272 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അപ്പോൾ 4x അല്ലേ ഈ വാല്യൂ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും 272 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 4 ഇങ്ങോട്ട് വരും. ഇനി 4നെ 27 ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കിയേ, 6 പ്രാവശ്യം പോകും, ബാക്കി 3 32 8 പ്രാവശ്യം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 68 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. 68 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 68 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടി, വൈൻ്റെ വാല്യൂ -49 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇനി സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ അതാണ്, വൈൻ്റെ വാല്യൂ അതാണ്. therefore അപ്പോൾ ഞാനിത് മായ്ച്ച് കളയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മായ്ച്ചിക്കാണ്, അപ്പോൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മായ്ക്കണത്. അപ്പോൾ ആൻസർ എഴുതുക, therefore the foot of perpendicular is എന്ത് എഴുതാം? എക്സ് ആദ്യം എഴുതണം കേട്ടോ, ശരിക്ക് എക്സ് ആദ്യം എഴുതണം. ദാറ്റ് ഈസ് 68 ഡിവൈഡഡ് ബൈ 25 -49 ഡിവൈഡഡ് ബൈ 25. ഇതാണ് ആൻസർ എന്ന് പറയണത്. 68 divided by 25, -49 divided by 25. That is the final answer. Okay അല്ലേ? അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. Therefore the foot of perpendicular is 68 divided by 25, -49 divided by 25. That is the final answer. മനസ്സിലായല്ലോ? സിമ്പിളാണ്, പക്ഷേ എങ്ങനെ ചെയ്യും എന്നുള്ളത് ആ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം. ദ പെർപെൻഡിക്കുലർ ഫ്രം ദി ഒറിജിൻ ടു ദ ലൈൻ y is equal to mx plus c meets it at the point -1, 2. Find the values of m and c. The perpendicular from the origin to the line y is equal to mx plus c meets it at the point -1, 2. Find the values of m and c. This is the question. ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഫിഗർ ഒന്ന് വരച്ചാലോ? അതല്ലേ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈന്, ഇത് സ്ട്രെയിറ്റ് ലൈൻ ഞാൻ L1 എന്ന് എടുക്കുകയാണ്, ഇതിൻ്റെ സ്ലോപ്പ് M1 എന്ന് എടുക്കുകയാണ് കേട്ടോ. അല്ല, അതിൻ്റെ അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ്? y is equal to mx plus c. y is equal to mx plus c ആണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ Lൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് y is equal to mx plus c ആണെങ്കിൽ സ്ലോപ്പ് എന്താണ്? ഈ സ്ട്രെയിറ്റ് ലൈൻ Lൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m ആണ്. കണ്ടോ? mx plus c ആണ്. ഓക്കെ, ഇനി the perpendicular from the origin to the line meets at the point, this point. അതായത് ഈ ലൈനിലോട്ട് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, ഇത് പെർപെൻഡിക്കുലർ ആണ്, മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് എന്താണ്? -1, 2 ആണ്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എം ആൻഡ് സി. എം ആൻഡ് സി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എം എന്ന് പറഞ്ഞതിൻ്റെ സ്ലോപ്പ് അല്ലേ, അപ്പോൾ പെർപെൻഡിക്കുലറിൻ്റെ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇത് 0, 0 ആണ്, ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ L2 എന്ന് പറയുന്ന ലൈൻ എടുക്കുകയാണ്, ഇതിൻ്റെ സ്ലോപ്പ് M2 എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ M2 കണ്ടുപിടിച്ചൂടെ? ഈ രണ്ട് പോയിന്റും യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ M2 is equal to 2 - 0 divided by -1 - 0. That is 2 divided by -1, that is equal to -2. ക്ലിയർ? ഇനി നമുക്ക് എന്താ പറയാം, ഇതിൻ്റെ സ്ലോപ്പും ഇതും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് m into m2 is equal to -1. That is m is equal to -1 by m2. That is equal to -1 by -2 എന്ന് വരും. That is equal to 1/2. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താണ്? 1/2 ആണ്. ഒന്നിൻ്റെ വാല്യൂ, എമ്മിൻ്റെയും സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാന്നല്ലേ. അപ്പോൾ ഒന്നിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ m is equal to 1/2 ആണ്. ഇനി ശ്രദ്ധിക്കട്ടോ. അപ്പോൾ y is equal to mx plus c എന്നായിരുന്നില്ലേ ഇക്വേഷൻ. അപ്പോൾ ഇതെന്തായി? y is equal to 1/2 into x plus c എന്നായില്ലേ ഇക്വേഷൻ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ? ഇനി നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടണം? സിൻ്റെ വാല്യൂ കിട്ടണം. സിൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ, സിൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് കണ്ടോ, -1, 2, ഇത് എല്ലിൻ്റെ മേലെയുള്ള പോയിന്റ് അല്ലേ? അപ്പോൾ ആ പോയിന്റ് നമുക്ക് ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ചെയ്യാം. ക്ലിയർ? ദാറ്റ് ഈസ് substitute
-1, 2 in equation 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y-ൻ്റെ വാല്യൂ 2 is equal to 1/2 into x minus 1 പ്ലസ് c എന്ന് വരും. 1/2 into x-ൻ്റെ വാല്യൂ -1, y-ൻ്റെ വാല്യൂ 2. ശരിയല്ലേ? ഇനി ദാറ്റ് ഈസ് 2 is equal to 1/2 into -1, that is -1/2 plus c. അപ്പോൾ c is equal to ഇവിടെ 2 ഉണ്ട്, ഈ -1/2 ഇങ്ങോട്ട് വരുമ്പോൾ +1/2 എന്നാവും. അപ്പോൾ c is equal to 2 അരയും അല്ലേ? 2 അര എത്ര? 2.5. 2.5 എന്ന് പറഞ്ഞാൽ 5/2 ആണ്. അപ്പോൾ c-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5/2 ആണ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതേ രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ് ഈ ഒരു പ്രോബ്ലം. ഫുള്ള് ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് ശ്രദ്ധിക്കട്ടോ. ഇൻ ട്രയാങ്കിൾ ABC with vertices A of 2, 3, B of 4, -1 and C of 1, 2. Find the equation and length of altitude from the vertex A. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ഇൻ ദ ട്രയാങ്കിൾ ABC with vertices, ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടീസസ് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കട്ടോ. എ എന്ന് പറയുന്ന വേർട്ടീസസ് ഏതാണ്? 2, 3. B is 4, -1 and C is 1, 2. Find the equation and length of the altitude from the vertex A. A എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡിൻ്റെ, ശ്രദ്ധിക്കട്ടോ, ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക, ഇക്വേഷനും കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ 2 കാര്യം കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം ആൾട്ടിറ്റ്യൂഡ് എന്താണെന്ന് അറിയണം. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് ഓൾട്ടിറ്റ്യൂഡ്. ശ്രദ്ധിക്കുക, എയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഓൾട്ടിറ്റ്യൂഡ്. ഇനി മീഡിയൻ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡിന് മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്നതാണ് മീഡിയൻ. പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതാണ് എന്ത്? ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ചിലപ്പോൾ ട്രയാങ്കിൾ ഫിഗർ വരക്കുമ്പോൾ ട്രയാങ്കിൾ ഇങ്ങനെ വരക്കും, ഇത് ഇങ്ങനെ വരക്കുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ ഏകദേശം മിഡ് പോയിന്റ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ മിഡ് പോയിന്റ് കൺസെപ്റ്റ് എടുത്തിട്ട് ചെയ്യരുത്, കാരണം അത് നമുക്ക് ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ മിഡ് പോയിന്റ് കേൾക്കാനും ചിലപ്പോൾ മിഡ് പോയിന്റ് ആവില്ല. ഓക്കെ, അപ്പോൾ അത് പറയാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ഞാൻ ഡി എന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം ഇക്വേഷൻ ഓഫ് ഡി കണ്ടുപിടിക്കാം, പിന്നെ ഇക്വേഷൻ ഓഫ് എ ഡി, ഇനി അടുത്തത് ലെങ്ത് ഓഫ് എ ഡി. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം ഞാൻ ഇക്വേഷൻ ഓഫ് എ ഡി കണ്ടുപിടിക്കാമല്ലോ. ശ്രദ്ധിക്കട്ടോ, ഇക്വേഷൻ ഓഫ് എ ഡി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി എ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്കറിയാലോ, പിന്നെ ഈ പെർപെൻഡിക്കുലർ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ബി സിൻ്റെ സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം സ്ലോപ്പ് ഓഫ് m1 is equal to slope of BC. Slope of BC എന്താ? 2 minus -1. അപ്പോൾ 2 plus 1 divided by 1 minus 4. 2 plus 1 divided by 1 minus 4. അപ്പോൾ 2 plus 1 എന്താ? 3 divided by 1 minus 4 എന്താ? -3. ക്ലിയർ? 3 minus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. ക്ലിയർ? ഇനി എ ഡിൻ്റെ സ്ലോപ്പ് ഓഫ് എ ഡിൻ്റെ സ്ലോപ്പ് ഞാൻ m2 എന്നെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ m1 m2 എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ m1 ഓൾറെഡി -1 ആണ്. ഇൻറ്റു m2 ഇസ് ഈക്വൽ ടു -1. അപ്പോൾ m2 ഇസ് ഈക്വൽ ടു -1/-1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ഡി നമുക്ക് -1 കിട്ടി. ഇനി അത് ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ചുകൂടെ? അപ്പോൾ ആദ്യം ശ്രദ്ധിക്കട്ടോ, ഇക്വേഷൻ ഓഫ് എ ഡി, ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഇക്വേഷനാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അതായത് സ്ലോപ്പ് m2 അറിയാം 1 ആണ്, ആൻഡ് പാസിങ് ത്രൂ ദി പോയിന്റ് 2,3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? y minus y0 equal to m into x minus x0. That is y minus y0 is 3 is equal to slope 1 into x minus x0 is 2. അപ്പോൾ y minus 3 is equal to x minus 2 എന്ന് വരും. x ഇവിടെ പോസിറ്റീവ് അല്ലേ? അപ്പോൾ എല്ലാം അങ്ങോട്ടുണ്ടോ അല്ലേ? എക്സ് പ്ലസ് വൈ അങ്ങോട്ട് വരുമ്പോൾ -y, ഇവിടെ -2 ഉണ്ട്, ഈ -3 അങ്ങോട്ട് വരുമ്പോൾ +3 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ മൈനസ് +1 ഈക്വൽ ടു 0 എന്ന് വരും.
x minus y plus 1 equal to 0. That is the equation of altitude AD. AD എന്ന് പറയുന്ന altitudeന്റെ ഇക്വേഷൻ എന്താണ്? x minus y is equal to x minus y plus 1 equal to 0 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ശ്രദ്ധിക്കട്ടോ. ഇനി നമുക്ക് എന്താ കിട്ടണ്ടേ? ഇതിന്റെ ലെങ്ത് കിട്ടണം. ഇതിന്റെ ലെങ്ത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ലെങ്ത് കിട്ടണമെങ്കിൽ ഓൾറെഡി എ എന്ന് പറയുന്ന പോയിന്റ് അറിയാം, പിന്നെ ഡി എന്ന് പറയുന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഡി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡി കിട്ടണം. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ലൈനിൻ്റെയും കൂടെ കോമൺ പോയിന്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തിട്ട് നമ്മൾ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ച പോലെ ചെയ്യാം. അതിനേക്കാൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറയട്ടെ. ഈ എ ഡി എന്ന് പറയുന്ന ലെങ്ത് ഉണ്ടല്ലോ, ഈ പോയിന്റ് എയും ബി സി എന്ന് പറയുന്ന ലൈനും തമ്മിലുള്ള ലെങ്ത് അല്ലേ? അപ്പോൾ ഒരു പോയിന്റും ഒരു ലൈനും തമ്മിലുള്ള ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബി സിൻ്റെ ഇക്വേഷൻ നമുക്കറിയണം, വേണ്ടേ? അപ്പോൾ ആദ്യം ഞാൻ ഇക്വേഷൻ ഓഫ് ബി സി കണ്ടുപിടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കുക, ലെങ്ത് ഓഫ് എ ഡി ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോണത്. ഓക്കെ, അതിന് എനിക്ക് ഇക്വേഷൻ ഓഫ് ബി സി എനിക്ക് കിട്ടണം. അത് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോവാണേ. അപ്പോൾ ഈ 2 ഫോമിൻ്റെ ആവശ്യമില്ല. ബി സിൻ്റെ സ്ലോപ്പ് നമുക്ക് M1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, -1 ആണെന്ന്. ശരിയല്ലേ? ഇനി ഈ പോയിന്റ് 1,2 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ y minus y0 equal to m into x minus x0. That is y minus y0 is 2 is equal to m is -1 into x minus x0 is 1. y minus 2 equal to minus x plus 1 എന്ന് വരും. x എല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ x plus y -2 minus 1 equal to 0. That is x plus y minus 3 equal to 0. അപ്പോൾ അതാണ് ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ ബി സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഈ ലെങ്ത് ഓഫ് എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, ലെങ്ത് ഓഫ് എ ഡി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് 2,3 ഫ്രം ദ ലൈൻ x plus y minus 3 equal to 0. അതായത് x plus y minus 3 equal to 0 എന്ന് പറയുന്ന ലൈനിൽ നിന്ന് ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഈ എ ഡി എന്ന് പറയുന്ന ലെങ്ത്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മോഡുലസ്. ഈ പോയിന്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 2 plus 3 minus 3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a square plus b square അല്ലേ? അപ്പോൾ 1 square plus 1 square that is equal to 2. ഈ 3യും -3യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ മോഡ് 2 എന്നുണ്ടാവും. 2 ഡിവൈഡഡ് ബൈ ഈ 1 + 1 എന്ന് പറഞ്ഞാൽ √2. അപ്പോൾ ഈ 2നെ നമുക്ക് എന്ത് എഴുതാം? √2 × √2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ √2 എന്ന് വരും. √2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ് √2. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore the length of altitude is equal to √2 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ ഓഫ് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, ലെങ്ത് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ലെങ്ത് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് ബി സി കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? സിമ്പിളായിട്ടുള്ള പ്രോബ്ലം അല്ലേ? പക്ഷേ ആ ഒരു പലതരത്തിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളെ മൈൻഡിലോട്ട് വരണം. അവിടെയാണ് നമ്മുടെ കഴിവ് കിടക്കുന്നത്. മനസ്സിലായോ മക്കളെ? അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. ഇഫ് P and Q are the length of perpendiculars from the origin to the lines x cos theta minus y sin theta equal to k cos 2 theta and x sec theta plus y cosec theta is equal to k respectively. Prove that p square plus 4q square is equal to k square. P square plus 4q square is equal to k square. That is the question. Okay. സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് കേട്ടോ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. നമ്മളായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി. ഓക്കെ.